ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3:55 സമയത്താണ് ഭയങ്കരമായിട്ട് ഭൂമി നന്നായിട്ട് കുലുങ്ങിയപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഭിത്തികളൊക്കെ നന്നായിട്ട് ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കഷ്ണം താഴെ വീണു. മോനെ താഴെ കിടക്കുന്നുണ്ടായിരുന്നത്. അവന്റെ മേത്തേക്ക് തട്ടിയില്ല, എന്നാലും ഞാൻ വേഗം എടുത്തു. നോക്കുമ്പോ പാത്രങ്ങളെല്ലാം അങ്ങനെ താഴെ വീണ്ട ഇതൊക്കെ കിടന്നിട്ടുണ്ട്. കുറെ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വീണ്ടും നിൽക്കിട്ടുണ്ട്. ആദ്യം ഉണ്ടായിട്ടുള്ള ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 3 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വരെ രേഖപ്പെടുത്തിയ ചലനങ്ങളെ പൊതുവായിട്ട് വരികയുള്ളൂ. എന്നാൽ ഇന്ന് പുലർച്ചെയുള്ള ചലനം റിക്ടർ സ്കെയിലിൽ 3-ൽ വളരെ താഴെയാണെന്നുള്ളത് കൊണ്ടായിരിക്കും ആരും അറിയാതെ പിന്നെ വലിയ റിയാക്ഷൻ ഇല്ലാതെ പോയത്. ഇത് തന്നെ ഭൂമിക്ക് താഴത്തേക്ക് 7 കിലോമീറ്റർ വ്യത്യാസത്തിലുണ്ടായതുകൊണ്ടാണ് ഇത്രയെങ്കിലും അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു 10 കിലോമീറ്റർ താഴെയാണ് ഈ ചലനം ഉണ്ടാകുന്നതെങ്കിൽ ഒരു പക്ഷേ റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയിട്ടുള്ള ചലനം അങ്ങനെ ഒരു പിന്നെ ആ വിധത്തിലുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. സാധാരണ നിലയിൽ ഈ ദേശമംഗലത്ത് നിന്ന് ആരംഭിച്ച് ഏതാണ്ട് ഇടുക്കി വരെ പോകുന്ന ഒരൊറ്റ സ്കെയിലാണ്, ഒരു പ്രത്യേക ഭൂഗർഭ അഴയാണ്. അവിടെ ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ 1 to 10 ഇതിൻ്റെ ഒരു അളവുകോൽ. 3-ന് മുകളിൽ വരുമ്പോഴാണ്, 5-ന് മുകളിൽ വന്നാലാണ് കുറച്ചുകൂടി ഗൗരവമായിട്ടുണ്ടാവുക. അപ്പോൾ അത് അത്രമാത്രം ഭീകരമായൊരു ചലനമല്ല. നമസ്കാരം. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഇന്ന് വീണ്ടും ഭൂചലനമുണ്ടായി. പുലർച്ചെയായിരുന്നു 2.9 തീവ്രത രേഖപ്പെടുത്തിയ പ്രകമ്പനം. ഇന്നലെ 3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ അതേ മേഖലകളിൽ ഇന്നും ഭൂചലനം ഉണ്ടാകുമ്പോൾ ജനത്തിന് ആശങ്കയുണ്ടാവുക സ്വാഭാവികമാണ്. തുടർ ചലനത്തിന് ഇനിയും സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു. തുടർചലനങ്ങളിൽ ആശങ്ക വേണോ? മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ കൂടി ഭൂചലനത്തിന് പിന്നിലുണ്ടോ? നിർമ്മാണ രീതികളിൽ ഉൾപ്പെടെ കേരളം മാറേണ്ടതുണ്ടോ? ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി ഈ വിഷയങ്ങൾ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ന്യൂസ് ഈവനിംഗിലെ ഇന്നത്തെ അതിഥികൾ ഡോക്ടർ KG താര, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മുൻ മേധാവിയാണ്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ശാസ്ത്രലേഖകൻ. ഒപ്പം ശ്രീ KK മണി, തൃശ്ശൂരിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇന്നലെ ഈ ഭൂചലനമൊക്കെ ഉണ്ടായ മേഖലകളിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്ന തരത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഞാൻ ശ്രീ KK മണിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ശ്രീ KK മണി, ഇന്നലെ ഈ തൃശ്ശൂരിലെ കുന്നംകുളം, ചാവക്കാട്, ഗുരുവായൂർ, കേച്ചേരി, കോട്ടോൽ, കടവല്ലൂർ, അക്കിക്കാവ്, കടവങ്ങോട്, എരുമപ്പെട്ടി എന്നൊക്കെയുള്ള മേഖലകളിൽ ആണ് ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇന്നും ഈ പറയുന്ന കേച്ചേരി, ചൂണ്ടൽ, അതുപോലെയൊക്കെയുള്ള കുന്നംകുളത്തൊക്കെ ഇന്നും ഭൂചലനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇന്നലെ ഇത് അനുഭവിച്ച ഒരാൾ കൂടിയാണോ താങ്കൾ? നമസ്കാരമുണ്ട്. ഇന്നലെ കടങ്ങോട് പഞ്ചായത്തിൽ ഇന്ന് രാവിലെ ഒരു 3:55 ഇങ്ങനെ ഭൂകമ്പം ഉണ്ടായത്. ഇതേ തുടർന്ന് പടക്കം പൊട്ടുന്നൊരു സൗണ്ടും അതുപോലെ തന്നെ ഒരു ജെർക്കിങ്ങാണ് കൂടുതൽ കാണപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെ കടങ്ങോട് പഞ്ചായത്തിലെ മരത്തങ്കോട് AKG നഗറിൽ ഒരു മേഞ്ചേരി മോഹനൻ്റെ വീട്ടിലാണ് ഇന്നലെ വൈകിട്ട് ഇന്ന് രാവിലെ ഉണ്ടായത്. അത് ചെമിരുകൾ വീഴുകയും അതുപോലെ തന്നെ കിച്ചണിലെ പാത്രങ്ങൾ താഴെ വീഴുകയും, ചെമിരുകൾ വിളിച്ചതിൽ ഒരു കല്ല് വീഴുകയും, ആ കല്ല് വീഴുന്ന സമയത്ത് ഒരു ഫാമിലി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ഒരു കുട്ടി കിടന്നായിരുന്നു. അത് ഒരു തലനേരയ്ക്കാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഈ സൗണ്ട് കേട്ടപ്പോൾ വീട്ടുകാരെല്ലാവരും മുറ്റത്തേക്ക്, കുട്ടിയും അതുപോലെ തന്നെ അമ്മയും എല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഉണ്ടായത്. വലിയൊരു ഭീതി തന്നെ പരത്തിയുകൊണ്ട് തന്നെ ഒരു ഭൂകമ്പമാണെന്ന് ഈ മേഖലയിൽ ഉണ്ടായത്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഇങ്ങനെ തളി, ദേശാമംഗലം പ്രദേശങ്ങളിലാണ് 1.5 വർഷം 2 വർഷം കൂടുമ്പോഴേക്കും ന്യൂസിൽ കാണാറുള്ളത്. എന്തായാലും കുന്നംകുളം മേഖലയിൽ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഭൂകമ്പത്തിൻ്റെ ഒരു ഇത് വരുന്നത്. അതിവിടെ ഈ മേഖലയിൽ തന്നെ ജനങ്ങളാകെ ഭീതിയിലാണ് ഇരിക്കുന്നത്. ഇത്തരത്തിൽ വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്നുള്ളൊരു ആശങ്കയും കൂടിയാണ് ഇപ്പോൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ ഈ പ്രായത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഭൂകമ്പം ഇങ്ങനെ നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ കാണപ്പെടുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ജനങ്ങൾ മൊത്തത്തിൽ ഒരു ഭീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ വിള്ളലുണ്ടായതും അതുപോലെ പാത്രങ്ങൾ താഴെ വീണതും ഒക്കെ ഇന്നത്തെ കാര്യമാണ് താങ്കൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ? അതെ. ഇന്ന് രാവിലെ
3:55 അതെ. ഭൂകമ്പത്തിന്റെ ഇന്നലെയും എനിക്ക് തോന്നുന്നു ഈ കുന്നംകുളത്തൊക്കെ വീടിന് വിള്ളലുണ്ടാകുന്നതും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. വലിയ മുഴക്കം പോലെ, അതുപോലെ ജനൽ ചില്ലുകൾ വിറയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള അതുണ്ടായി. ഇന്നലെ ഞങ്ങളുടെ കിടങ്ങൂര് മരത്തങ്കോട് മേഖലയിൽ ഞങ്ങളിരിക്കുമ്പോൾ തന്നെയാണ്, രാവിലെ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് അത് ഈ ട്രസ് മേഞ്ഞ വീടായതുകൊണ്ട് വളരെയധികം നല്ല ജർക്കിങ്ങും അതുപോലെ തന്നെ പാത്രങ്ങളും ജനാലകളിലെ ഒരു ജർക്കിങ്ങൊക്കെ ഉണ്ടായി. പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഗതികേട് തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്നലെ ഉണ്ടായ അതേ മേഖലകളിലൊക്കെ തന്നെയാണ് ഇന്നും ഇതുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങളുടെ ആശങ്ക കൂട്ടാനുള്ള കാരണം. അതെ കാരണം അടുപ്പിച്ച് വന്നപ്പോൾ ജനങ്ങൾക്ക് ആകെ ആശങ്കയിലാണ്. അതെ, അത് ഈ പുലർച്ചെ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഉറങ്ങുന്ന സമയമൊക്കെയാണ്. ഇന്നലെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരുന്നു, ഇന്ന് പക്ഷേ പുലർച്ചെയാണ്. 3:55 ഏതാണ്ട് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ്. ശരിക്ക് ഉറക്കം നടിക്കുന്ന ഒരു ഉറക്കം ഉള്ള സമയമാണ് ഈ 3:55. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എത്രയോ ജനങ്ങൾ എന്താ പറയുക, വലിയ രീതിയിൽ വരികയാണെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിലായതുകൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉറക്കത്തിൻ്റെ സമയമാണ് ഈ 3:55. പിന്നെ രാത്രി ഒരു 11 മണിക്ക് മഴയും കൂടി ഉണ്ടായിരുന്നു. ആ മഴയ്ക്ക് ശേഷം എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ സമയമാണല്ലോ. അതെ, ഞാൻ താങ്കളിലേക്ക് എത്താം. ജർക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് കുറച്ചും കൂടി ആൾക്കാർ അറിവിലേക്ക് വരിക. അതെ, അപ്പം അത് പല മേഖലകളിൽ പല വീടുകളിലും ഈ ഇത് ഉണ്ടായി എന്ന് തന്നെയാണോ? ഇന്നും ആ തരത്തിലേക്ക് തന്നെയാണോ? ഇപ്പോൾ വിള്ളലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒന്നിലേറെ വീടുകളുണ്ടോ? ഇത്തരത്തിൽ പാത്രങ്ങൾ താഴെ വീഴുന്നു, ആ തരത്തിലേക്ക് അത് അനുഭവപ്പെട്ട കൂടുതൽ വീടുകളുണ്ട് എന്നാണോ താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞത്? അത് അനുഭവപ്പെട്ട വീടുകൾ എനിക്കറിയാൻ കഴിഞ്ഞത് ആനായിക്കൽ, ഇന്നലെ ഉണ്ടായത് ആനായിക്കലും അതുപോലെ തന്നെ കൂനമൂച്ചി മേഖലയിൽ, അതുപോലെ കടങ്ങോട് വെള്ളറക്കാട് മേഖലയിൽ എങ്ങനെ അറിയപ്പെടാൻ കഴിഞ്ഞത്. ഇന്നുണ്ടായപ്പോൾ ഈ വെള്ളറക്കാട് മേഖലയിൽ ഇതുപോലെ ഒരു വീടിൻ്റെ ഇതിൽ അവർ CCTV ക്യാമറയിൽ അതിൻ്റെ സൗണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. റെക്കോർഡിങ് വെച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ജർക്കിങ്ങിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെയും അതുപോലെ തന്നെ ആ ജർക്കിങ്ങിൻ്റെയും അഫക്റ്റ് കാണാൻ പറ്റി. അതെ, ഇപ്പം നമ്മൾ ഈ ദൃശ്യത്തിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന സ്ക്രീനിൽ ഈ ഒരു ആന, കിടന്നുറങ്ങുന്ന ആന ഈ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ചാടി എഴുന്നേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ പക്ഷിമൃഗാദികൾക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് അത് അറിയാൻ കഴിയും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ തന്നെയും ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ടായിരുന്നു, ഇതിന് തൊട്ട് മുമ്പായിട്ട് പൂച്ചയും പട്ടിയും ഒക്കെ പെട്ടെന്ന് വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഓടിയൊരു വല്ലാത്തൊരു പരിഭ്രാന്തി അവരിലൊക്കെ ദൃശ്യമായിരുന്നു എന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം, ശ്രീ KK മണി. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഇതിപ്പോൾ തുടർച്ചയായിട്ട് 2 ദിവസം ഉണ്ടായിരിക്കുന്നു. ഇപ്പം ഇന്നലെയൊക്കെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു തുടർചലനത്തിന് സാധ്യതയുണ്ട്, ഒരുപക്ഷെ അത് ഇന്ന് തന്നെ ആയിക്കൊള്ളണം എന്നില്ല, വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് താങ്കൾ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ് അതുതന്നെയാണ്. ഇതെന്തുകൊണ്ടാണിത് ഈ ഒരു സമയത്ത് ഈ മേഖലയിൽ ഇങ്ങനെ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി പരിശോധിച്ച് കഴിഞ്ഞാൽ പെരിയാർ ഫോൾട്ട് ദേശമംഗലം ആ ഭാഗത്തേക്ക് ഭ്രംശമേഖലകളുണ്ട്. അപ്പോൾ ദേശമംഗലം ഇതിൻ്റെ അഗ്രഭാഗമാണ്. അപ്പോൾ അതിന് സമീപത്തായിട്ടാണ് ഇന്നലത്തെ ഭൂകമ്പം, ഇന്ന് പുലർച്ചെയുള്ള ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തേത് റിക്ടർ മാഗ്നിറ്റ്യൂഡ് 3 ആയിരുന്നു. അത് 7 കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായത്. കുന്നംകുളത്ത് നിന്ന് ഏകദേശം തെക്ക് 10 കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് അതുണ്ടായത്. എന്നാൽ ഇന്ന് പുലർച്ചത്തേത് കൃത്യമായിട്ട് ശാസ്ത്രമിത്ര പുരോഗമിച്ച സ്ഥിതിക്ക് കൃത്യം സ്ഥലം പറഞ്ഞാൽ കോട്ടപ്പുറം, ആറ്റത്ര, ചിറ്റണ്ട ഈ ഒരു വൃത്താകൃതിയിലുള്ള പ്രദേശത്തിൻ്റെ നടുക്ക് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൻ്റെ വശത്തായിട്ടുള്ള അംഗൻവാടി സമീപത്ത് 10 കിലോമീറ്റർ ആഴത്തിലാണ് ഈ 2.9 മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 10 കിലോമീറ്റർ ആഴത്തിൽ ഉണ്ടായതുകൊണ്ട് ഇന്നലത്തേത് 7 കിലോമീറ്റർ ആഴത്തിൽ ഈ ഇത്രയും അല്പം കൂടി കൂടിയത് കൊണ്ട് ആഘാതം സ്വല്പം കുറഞ്ഞു. ഇതൊക്കെ ഷാലോ എർത്ത്ക്വേക്സ് എന്ന് പറയുന്ന ആഴം കുറഞ്ഞ ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളിൽ പെട്ടതാണ്. അത് ഇത്തരത്തിലുള്ള മുഴക്കങ്ങൾ ഉണ്ടാകുകയും കെട്ടിടങ്ങൾക്ക് വിള്ളലുണ്ടാകുകയും ചെയ്യുന്ന കാരണങ്ങൾ വരുത്തിവെക്കുന്ന ഒന്നാണ് ഈ ഷാലോ എർത്ത്ക്വേക്സ് എന്ന് പറയുന്നത്. കേരളത്തിൽ 40 കിലോമീറ്റർ താഴെ അധികം അത്ര ഡീപ്പ് എർത്ത്ക്വേക്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള ഷാലോ എർത്ത്ക്വേക്സ് ആണ് കൂടുതലും കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ പറഞ്ഞു ഇതുപോലെ മറ്റൊരു ഇൻസിഡൻറ്റിന് കൂടി അടുത്ത ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടത് ഇത് ഇന്നലത്തേതിൻ്റെ ഒരു തുടർക്കമ്പനമാണോ
അതോ ഇതൊരു സെപ്പറേറ്റ് ഇൻസിഡൻ്റ് ആണോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ചെറിയ പ്രകമ്പനങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ തുടർചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ വലിയ ചലനത്തിന് ശേഷം തീവ്രത കുറഞ്ഞ ചലനങ്ങൾ ഉണ്ടായി വരികയാണ് അല്ല, ഇന്നിപ്പോ നമ്മൾ അങ്ങനെ ഡോക്ടർ കമ്മത്ത് പരിശോധിച്ചാൽ തീവ്രത ഒരല്പം കുറവ് എന്ന് തന്നെയാണല്ലോ. 3 എന്നുള്ളത് ഇപ്പോൾ 2.9 അതിൽ രേഖപ്പെടുത്തുന്ന ഒരു അളവിലേക്ക് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് അത് തീവ്രത കുറഞ്ഞു എന്ന് തന്നെ വിലയിരുത്തലിലേക്ക് നമുക്ക് എത്താമോ? അല്പം തീവ്രത കുറഞ്ഞു. അതായത് ഇന്നലെ 3 മാഗ്നിറ്റ്യൂഡ്, 2.9. പക്ഷേ മൈക്രോ ട്രെമറുകൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ മാഗ്നിറ്റ്യൂഡുള്ള ട്രെമറുകളാണ്. ഇപ്പോൾ 1 അല്ലെങ്കിൽ 0.75 അങ്ങനെയൊക്കെയുള്ള മൈക്രോ ട്രെമറുകൾ ഉണ്ടാകാറുണ്ട്. പൊതുവേ ഈ കേരളത്തിൽ ഈ ഭ്രംശ മേഖലകളിലെല്ലാം 22 അല്ലെങ്കിൽ 25 വർഷം കൂടുമ്പോൾ 2 ഇൻസിഡൻസ് അടുപ്പിച്ചുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ഭൂകമ്പത്തിന് ശേഷം അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടോ അതേ തീവ്രതയുള്ള 2 ഭൂകമ്പങ്ങളും ഉണ്ടാകുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻസിഡൻ്റ് ആണോ ഇന്നുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു തുടർ പ്രകമ്പനമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഇൻസിഡൻറ്റ് കൂടി നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് അതിനുള്ള മുൻകരുതൽ കൂടി എടുക്കണം. അടുത്ത ദിവസങ്ങളിൽ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് മുൻകൂട്ടി കാണണം. അവിടെയാണ് ഈ ജനങ്ങൾക്ക് ആശങ്കയുള്ളത്. ഇപ്പോൾ ശ്രീ മണി പറയുന്നുണ്ടായിരുന്നല്ലോ, തുടർച്ചയായി 2 ദിവസം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മേഖലയിലുള്ളവർക്കൊക്കെ പേടിയായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് ഒരു ദിവസമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആളുകൾ ഇത്രയും ആശങ്കപ്പെടില്ല. ഇതിപ്പോൾ തുടർച്ചയായി 2 ദിവസം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നതാണ്. അപ്പോൾ താങ്കൾ പറയുന്നു ഇനിയും അതിനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ തരത്തിലേക്ക് തീവ്രത കുറഞ്ഞ ഭൂചലനം, പ്രകമ്പനങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രവചിക്കാൻ കഴിയുമോ? ചിലപ്പോൾ ഇതേ തീവ്രതയുള്ളതോ അല്ലെങ്കിൽ ഇതിനേക്കാൾ അല്പം കൂടി തീവ്രത കൂടിയതോ കുറഞ്ഞതോ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാക്സിമം കേരളം സോൺ 3-ൽപ്പെട്ട ഭൂകമ്പ സാധ്യത മേഖലയിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ 5.6 വരെയുള്ള മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പങ്ങൾ കേരളത്തിലുണ്ടാകാം. അതായത് ഈ ഭ്രംശമേഖലയിൽ പെരിയാർ ഫോർട്ട്, ദേശമംഗലം, ലീനിവെന്റ് തുടങ്ങിയ മേഖലകളിൽ ഇത്തരത്തിലുള്ള ദേശമംഗലം ഫോർട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് 2 രീതിയിലാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ആഘാതം അളക്കുന്നത്. റിക്ടർ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ തീവ്രത അളയ്ക്കാനുള്ള ഒന്നാണ്. ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ ഈ ആഘാതം ആ ഭൂപ്രദേശത്തിന് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഷാലോ എർത്ത് ഒരു 5 മാഗ്നിറ്റ്യൂഡ് ഉള്ളതാണെങ്കിൽ പോലും കേരളം പോലുള്ള ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും, അതിൻ്റെ ആഘാതം വളരെ കൂടുതലായിരിക്കും. കാരണം പല ഫോൾട്ട് ഭ്രംശമേഖലകളിൽ നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ ക്വാറികളും മറ്റും ഖനന പ്രവർത്തനങ്ങളും ബ്ലാസ്റ്റിങ്ങും ഒക്കെ നടത്തി വരുന്നുണ്ട്. അതിലെ നദികൾ ഒഴുകുന്നുണ്ട്. അത് മാത്രമല്ല ചുറ്റിനും ധാരാളം കൺസ്ട്രക്ഷൻസ്, ഈ വെള്ളക്കെട്ടുമൊക്കെ നികത്തി അവിടെ ധാരാളം കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ്. ഈ കെട്ടിട നിർമ്മാണ രീതികളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് മുൻകൂട്ടി കാണണം. കാരണം ഈ ഒരു 22 അല്ലെങ്കിൽ 25 വർഷം കൂടുമ്പോൾ നടക്കുന്ന സംഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഈ ഭൂകമ്പം പഠിക്കുന്നവർ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഭൂചലനങ്ങൾ ഓരോ 22-25 വർഷം കൂടുമ്പോഴും ഈ ഭ്രംശമേഖലകളിൽ ഉണ്ടാകും. ഇപ്പോൾ ഈരാറ്റുപേട്ട ഭൂകമ്പം 2000-ലാണ് ഉണ്ടായത്, ഇപ്പോൾ 2024-ആണ്. അപ്പോൾ ഒരു ഭൂചലനം ഉണ്ടാകാനുള്ള ടൈമായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു ഫോർഷോക്കാണോ അല്ലെങ്കിൽ അതൊരു മറ്റൊരു ഇവൻറ്റിൻ്റെ മുന്നോടിയാണോ എന്നൊക്കെ ഉള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ അത് രേഖപ്പെടുത്താനും സാധിക്കും. ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ആ മേഖലകളിലാണ് വസിക്കുന്നത്. ഇത് ഒരു സാധ്യതയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ വേണ്ടത്. അതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ KG താര, ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രത പാലിക്കണം എന്ന് പറയുകയാണ് ജനങ്ങളോട്. ഇനിയും ഇത്തരത്തിൽ തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ ഡോക്ടർ കമ്മത്ത് പറയുന്നത് പോലെ അതൊരു പക്ഷേ ഈ തരത്തിലേക്ക് തീവ്രത കുറഞ്ഞതാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഒരല്പം തീവ്രത കൂടിയാകാം, അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും ഈ ജാഗ്രത എന്ന് പറയുന്നത് എന്താണ്? ജാഗ്രത എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഭൂകമ്പമാണ് ഒരേ ഒരു ദുരന്തം, യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ വരുന്ന ഒരേ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഭൂകമ്പമാണ്. മറ്റെല്ലാ ദുരന്തങ്ങൾക്കും എന്തെങ്കിലും രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ട്. ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിനൊരു മുന്നറിയിപ്പ് കൊടുക്കുക. ഈ മിനിറ്റിൽ 60, അതായത് ഓരോ മിനിറ്റിലും ഓരോ ഭൂകമ്പം നടക്കുന്ന ജപ്പാൻ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും അധികം മുന്നോട്ട് പോയ രാജ്യങ്ങളിൽ ഒന്നാണ്. അവർക്കും ഈ
ഒരു ചെറിയ രീതിയിൽ ഒരു മുന്നറിയിപ്പ് സാധ്യമായിട്ടുണ്ട്. അതായത് മൈക്രോ സെക്കൻഡിൻ്റെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് എണ്ണുമ്പോൾ തന്നെ ഒരു സെക്കൻഡായി. അതിനും മുമ്പേ ഈ പറയാൻ പറ്റുന്നുണ്ട്, അപ്പോഴേ പറയാൻ പറ്റുന്നുള്ളൂ അവർക്ക് പോലും. അപ്പോൾ അത് ഒരു പക്ഷേ അത്തരം മുന്നറിയിപ്പുകൾ നമ്മൾ ജാഗ്രത പാലിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലെയുള്ള മുഴക്കങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് കേൾക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നല്ല ഉറക്കത്തിലാണെങ്കിൽ ഇപ്പോൾ ഇന്ന് സംഭവിച്ചതുപോലെ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. എങ്കിലും നമ്മൾ ബോധത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണെങ്കിൽ, ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പ്രകമ്പനങ്ങൾ കേൾക്കുകയോ ഭൂമിക്കടിയിൽ കൂടി ഇങ്ങനെ ഒരു തീവണ്ടി പോകുന്നത് പോലെയുള്ള ശബ്ദം, അല്ലെങ്കിൽ ഒരു ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം, ഒരു മുരൾച്ച, അങ്ങനെയുള്ള ശബ്ദങ്ങൾ നമ്മൾ കേട്ട് പരിചിതമല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ വീടിനുള്ളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ജാഗ്രതയിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇപ്പം ഇത് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ, അതായത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം, വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ വലിയ മരങ്ങളോ വലിയ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള സാധനങ്ങളോ, ഇപ്പോൾ പരസ്യപ്പലക, മുംബൈയിലെ ഒരു പരസ്യപ്പലക താഴെ വീണ് ആളുകളുടെ മരണം നമ്മൾ കണ്ടു, 40-ൽ പരം ആളുകൾ മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കമ്പനങ്ങൾ കൊണ്ട് മറിഞ്ഞു വീഴാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ മാറി നിൽക്കേണ്ടത്. 2, ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു ഭൂകമ്പ സാധ്യതാ മേഖലയാണ്. ഇനി നമുക്ക് വരാനുള്ള ഒരേ ഒരു ദുരന്തം ഈ ലിസ്റ്റ് പ്രകാരം, ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞു. നമുക്ക് വെള്ളപ്പൊക്കം വന്നു, വരൾച്ച വന്നു, ഇടിമിന്നൽ ഉണ്ട്, സുനാമി വന്നു, ഇതെല്ലാം വന്നു കഴിഞ്ഞു. സൈക്ലോൺ, ചുഴലിക്കാറ്റ് വന്നു. ഇനി വരാനുള്ളൊരു ഇതെന്ന് പറയുന്നത് ഭൂകമ്പം. ശരിക്കുള്ള അർത്ഥത്തിൽ ഒരു റിക്ടർ സ്കെയിലിൽ 5-ന് മീതെയോ ഉള്ള കമ്പനങ്ങൾ മാത്രമേ നമ്മുടെ മനുഷ്യനിർമ്മിത നിർമ്മാണങ്ങളെ, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട സാധനങ്ങളെ ബാധിക്കുകയുള്ളൂ. ഒരു നാശനഷ്ടം എന്നുള്ള രീതിയിൽ 5-ന് മീതെയോ പോകണം. പക്ഷെ നമ്മൾ കരുതിയിരിക്കേണ്ടത് ഈ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിക്ക് ഉള്ളിലുള്ള ഈ ഊർജം അതിന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അത് ഭൂമിയുടെ കവചം എന്ന് പറയുന്നത് ആ മുകളിലുള്ള ക്രസ്റ്റ്, പാറകളാൽ നിർമ്മിതമാണ് ഭൂമിയുടെ ഈ പുറംതോട്. അതിന് താഴേക്കൊക്കെ പാറ ദ്രവാവസ്ഥയിലും ഏറ്റവും താഴെ നല്ല പൂർണ്ണമായിട്ട് ഉരുകി തിളച്ച് കിടക്കുന്ന ഒരു ഭാഗമുണ്ട്, കോർ എന്ന് പറയും. ഇത് പ്രഷർ കുക്കർ അടുപ്പത്ത് വയ്ക്കുന്ന പോലെയാണ്. അതിന് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പ്രഷർ കുക്കറിൽ നിന്ന് ആ നോസിൽ വഴി ആവി പുറത്തേക്ക് പോകുന്നത് പോലെ ഭൂമിക്ക് ഈ മർദ്ദം താങ്ങാൻ വയ്യാതെ വരുമ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് കളയണം. ആ കളയുന്ന പ്രക്രിയയാണ് ഇപ്പം നമ്മൾ ഈ പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടാണ് ഇതിൻ്റെ ഈ ഊർജം പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് 1963 തന്നെ ഈ ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള വീടുകൾ എങ്ങനെ കെട്ടണം, പാലങ്ങൾ എങ്ങനെ കെട്ടണം, മറ്റുള്ള എന്താണ് നമ്മൾ അതിലേക്ക് വിശദമായി വരാം. ഡോക്ടർ താര, ഇപ്പൊ നേരത്തെ ഡോക്ടർ താര പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അനുഭവപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് വീടിന് പുറത്തേക്ക് ഇറങ്ങുക എന്നതാണ്. പക്ഷെ ഒരു അസമയത്ത്, അതായത് ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഇന്നിപ്പോൾ സംഭവിച്ചത് അതാണ്. ആരും അറിയുന്ന പോലുമില്ല ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ വന്നാൽ എന്താണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനൊന്നും ചെയ്യാനില്ല എന്നറിയാം. എങ്കിൽ പോലും ഈ ഒരു ആശങ്ക അവിടെയുള്ള ആളുകൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ആശങ്കയായിട്ട് തന്നെ നിലനിൽക്കും എന്ന് പറയാൻ സാധിക്കുന്നുള്ളൂ. കാരണം എന്താണ്, അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. നമ്മൾ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും പ്രഥമമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. 2, നമ്മൾ ഇത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. ഇതിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഊർജത്തിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണെങ്കിൽ ഒരു ആശ്വാസത്തിന് വകയുണ്ടെന്ന് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ 3 ആയിരുന്നു, അത് 2.9 അത് ഒരു പക്ഷേ ഇതിങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു പ്രക്രിയ ആകാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു വലിയ ഭൂകമ്പത്തിൻ്റെ മുന്നോടിയോ ആകാം. പ്രീകർസർ എന്ന് പറയും.
പ്രീ കർസർ എന്ന് പറഞ്ഞാൽ വലിയ ഭൂകമ്പത്തിൻ്റെ മുന്നോടി, മറ്റേതാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഷോക്ക്, അതായത് ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അനുരണനങ്ങൾ. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഷാലോ എർത്ത് ആണ്. ഷാലോ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അധികം താഴെ അല്ലാതെ 7 കിലോമീറ്റർ താഴെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം, ഫോക്കസ് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ നേരെ മുകളിലാണ് എപ്പി സെൻറ്റർ എന്ന് പറയുന്നത്. എപ്പി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘാതം അനുഭവിക്കുന്ന സ്ഥലമാണ് എപ്പി സെൻറ്റർ. അപ്പോൾ ഈ കുന്നമംഗലത്താണ് ഇത് ഇപ്പോൾ ഇത് എപ്പി സെൻറ്ററായിട്ട് രേഖപ്പെടുത്തി കണ്ടത്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആഘാതം അനുഭവിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇതിൻ്റെ ചെറിയ അനുരണനങ്ങൾ കൊച്ചി വരെ അനുഭവപ്പെട്ടതായിട്ട് ഈ ശാസ്ത്ര ഇതിനകത്ത് റിപ്പോർട്ടുകളിലെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ദൂരത്തിൽ ആഘാതം ഉണ്ടാക്കാൻ ശേഷിയുള്ളവ തന്നെയാണ് ഈ ഭൂകമ്പങ്ങൾ. നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത്, വീട്ടിൽ വളർത്തു നായ്ക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവികൾ, സാധാരണ എല്ലാ ജീവികളും മനുഷ്യനേക്കാളും സവിശേഷ ബുദ്ധിയുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് നായ്ക്കൾ. അവർ ഈ ഭൂകമ്പങ്ങൾ വരുമ്പോൾ പൊതുവെ അവർ ഏറ്റവും സേഫായിട്ടുള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നത് കാണാം. അവർ വീടിൻ്റെ പുറത്തേക്ക് വിട്ടിട്ടുള്ള മൃഗങ്ങളാണെങ്കിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ ആകെ അന്താളിച്ച് പോവുകയുള്ളൂ. അതുകൊണ്ട് അവർ പോകുന്ന സ്ഥലത്തേക്ക് നമ്മളും പോയാൽ ഒരു പക്ഷേ ഒരു വലിയ സുരക്ഷിത സ്ഥാനം നമ്മൾ കണ്ടെത്തി എന്ന് തന്നെ വിചാരിക്കാം. പശുക്കൾ, ഈ നായ്ക്കൾ, ഇവർക്കെല്ലാം ഈ സവിശേഷ ബുദ്ധിയുണ്ട്. നമ്മളാണ് അഹങ്കരിക്കുന്നത് നമുക്കെല്ലാ സവിശേഷ ബുദ്ധിയുണ്ടെന്നുള്ളത്. അപ്പോൾ അവർ ഓടിപ്പോകുന്ന സ്ഥലം നമുക്കും കൂടി സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷികൾ ഇതിന് തൊട്ട് മുമ്പ് പല സ്ഥലത്തും കണ്ടിട്ടുള്ളത്, പക്ഷികൾ ഒരു പ്രത്യേക രീതിയിൽ അവർ പെരുമാറും. പാമ്പുകളുണ്ടെങ്കിൽ ഈ ജപ്പാനിലൊക്കെ അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പാമ്പ്, മണ്ണിര, അത് കൂട്ടത്തോടെ ഭൂമിയുടെ ഉള്ളിൽ പുറത്തേക്ക് വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിയിൽ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അർദ്ധരാത്രിയിലൊക്കെ സംഭവിക്കുന്ന കാര്യം നമ്മൾ ഇത്തരം അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ചർച്ചയ്ക്കിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷിമൃഗാദികളൊക്കെ അതിന് തൊട്ട് മുൻപായിട്ട് ചില കാര്യങ്ങൾ അവർക്ക് ഒരു മുന്നറിയിപ്പ് തരുന്നത് പോലെയുള്ള തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദൃശ്യത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്, ഒരു കൊമ്പൻ, ഉറങ്ങുന്ന കൊമ്പൻ ചാടി എഴുന്നേക്കുകയാണ്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് മുമ്പാണ്, അതൊക്കെ പിന്നീട് പുറത്തു വന്നതാണ്, CCTV ദൃശ്യങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പം പരിശോധിക്കുമ്പോൾ ഉറങ്ങുന്ന കൊമ്പൻ ചാടി എഴുന്നേറ്റ് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. അത് ഈ ഭൂചലനം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപാണ് എന്നതാണ്. അതായത് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞു എന്ന തരത്തിലേക്ക് നമുക്ക് അതിനെ ഒരുപക്ഷെ വിലയിരുത്താം. അതെ, പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ, മനുഷ്യനല്ലാതെ ബാക്കി എല്ലാ മൃഗങ്ങളും നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. ആന വേണ്ട, പുലി വേണ്ട, കടുവ വേണ്ട, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും രക്ഷ കിട്ടുന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. ഈ ജീവികളും കൂടി നമുക്ക് ആവശ്യമാണ് ഭൂമിയിൽ, എന്നാലേ ഭൂമി നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം പോലും നമുക്ക് വരുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് സവിശേഷ ബുദ്ധിയുള്ള ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്, അവരെ കണ്ടുകൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. വേറെ ഈ കാര്യങ്ങളൊന്നും ഈ നേരത്തെ പണ്ട് മുതലേ നമ്മൾ പറയുന്നതാണ്, ഈ സുരക്ഷിത എമർജൻസി കിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ തയ്യാറാക്കി വെക്കുന്നതും ഇതിൻ്റെ ഒരു ജാഗ്രത പാലിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അത്രത്തോളം എന്തായാലും ഒരു ഗുരുതരാവസ്ഥ തീർച്ചയായിട്ടും ഈ ഇതിനകത്തില്ല. 5-ന് താഴെയുള്ള മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ വലിയ പരിഭ്രാന്തി ഇപ്പോൾ ആവശ്യമില്ല എന്ന് തന്നെ. 5-ന് മുകളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്ക, അതാണിപ്പോൾ. അത് നമുക്ക് എന്തെങ്കിലും അതിൽ നേരത്തെ ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ നമുക്ക് പറയാൻ കഴിയാത്ത ഒരു ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ അത് എർത്ത് ക്വേക്ക് എന്നുള്ളതാണ് എന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ KK മണി ഉൾപ്പെടുന്ന അവർക്ക് പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഈ വരും ദിവസങ്ങളിൽ എന്താകുമെന്നൊരാശങ്ക അത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിനേക്കാൾ തീവ്രത കൂടിയതിലേക്ക് വരുമോ എന്നൊരാശങ്കയാണ്. അതിന് നമുക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല, അല്ലേ? അതിന് ശാസ്ത്ര ലോകത്തിന് ഇതുവരെ ഒരു മറുപടി പറയാൻ സാധ്യമല്ല തന്നെ. ഇപ്പോൾ ഉള്ള ശാസ്ത്രത്തിലെ അറിവ് വെച്ചിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം പറയാൻ പറ്റുന്നത്, ഇതുവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ 3ാമത്തെ മേഖലയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ മേഖല വരെ ഇന്ത്യയെ വർഗീകരിച്ച് വെച്ചിട്ടുണ്ട്. 5 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ, ഗുജറാത്തിലൊക്കെ ഉണ്ടായ പോലെയുള്ള ഭൂകമ്പങ്ങൾ നടക്കുന്ന സ്ഥലം. 4 എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറഞ്ഞ ഭൂകമ്പങ്ങൾ. 3 എന്ന് പറഞ്ഞാൽ
ഇടത്തരം ഭൂകമ്പങ്ങൾ ലത്തൂരിലൊക്കെ ഉണ്ടായില്ലേ, മഹാരാഷ്ട്രയിൽ വലിയ പണപ്പിരിവും ആളുകൾ സഹായവും ഒക്കെ എത്തിച്ചു കൊടുത്ത ഒരു ഇതാണ്. ആ ലത്തൂരിലെ പോലെയുള്ള ഭൂകമ്പ ചലനങ്ങൾ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ. അവിടെ നമുക്കൊരു പോരായ്മയുള്ളത്, കേരളം മുഴുവനും നമ്മൾ മൂന്നാമത്തെ മേഖലയായിട്ടാണ് ഈ പഠന റിപ്പോർട്ടുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ചെറിയ സൂക്ഷ്മതലത്തിൽ ഇപ്പോഴും മാപ്പുകൾ തയ്യാറാക്കിയിട്ടില്ല. ആ തയ്യാറാക്കാത്തതിൻ്റെ പ്രശ്നം വരാൻ പോകുന്നത്, ചില സ്ഥലത്ത് ചിലപ്പോൾ ഈ വളരെ കൂടുതൽ ശക്തിയുള്ള ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടേക്കാം, ചില സ്ഥലത്ത് ഒട്ടും ഇല്ലാതെ ഇരിക്കാം. അതിന് സൂക്ഷ്മതലത്തിൽ പഠനം നടത്തുക തന്നെ വേണം. അതിന് സീസ്മോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ശാസ്ത്രജ്ഞർക്ക് മാത്രമേ ഭൂമിക്കടിയിലുള്ള ഇത്തരം പഠനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. അതിന് സർക്കാർ ഒരു മുൻകൈ എടുത്താൽ ഈ സൂക്ഷ്മതലത്തിലുള്ള പഠനങ്ങൾ അപ്പൊ അതിന്റെയൊക്കെ ഒരു സമയത്തിലേക്ക് നമ്മളും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെ വേണം ഇനി മുന്നോട്ട് പോകാൻ. അതാണ് താങ്കൾ പറയുന്നത്. അതെ 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 തീർച്ചയായിട്ടും അതെ. എന്നിട്ട് അതിനനുസരിച്ച് ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ നമ്മൾ നിർബന്ധമാക്കണം. ചുരുങ്ങിയ അതിലേക്ക് വരും വിശദമായി തന്നെ ഡോക്ടർ താര. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു, അതിനുശേഷം വേഗം മടങ്ങിയെത്താം. തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക്. തുടർച്ചയായി ഇപ്പോൾ 2 ദിവസം ഭൂചലനം ഉണ്ടാകുന്നു, അതിന്റെ നടുക്കമുണ്ട് പ്രദേശവാസികൾക്ക്. നമ്മൾ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോവുകയാണ്. എന്താ സംഭവം മനസ്സിലായില്ല. ചെറിയൊരു വൈബ്രേഷൻ പോലത്തെ അല്ലേ, നേരിയ സെക്കൻഡുകൾ ഉണ്ടായുള്ളൂ. പിന്നെ പലരുടെയും സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോഴാണ് അത് ചെറിയ ഭൂചലനം നമ്മുടെ ഭാഗത്തുണ്ടായി എന്നുള്ളത്. ഒരു ഇടി മുഴങ്ങുന്ന ഒരു ശബ്ദമാണ് ഫസ്റ്റ് കേട്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ ഭാര്യയോട് ഫ്രിഡ്ജും ടി വി എല്ലാം കറണ്ടിൽ നിന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഭൂമി കുലുങ്ങിയതായിട്ടുള്ള വിവരം കിട്ടിയത്. പിന്നെ റിപ്പോർട്ടുകൾ വരുന്നു തുടങ്ങി. അതെ. പിന്നെ ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവരവരൊക്കെ വിളിച്ച് ചോദിക്കൽ തുടങ്ങി, എന്തോ ചെറിയ ഒരു കുലുക്കുണ്ടായിരിക്കണമെന്ന്. കുറച്ച് അധികം നേരം മുഴക്കം വന്നു. ചെറിയൊരു വൈബ്രേഷനെ തോന്നിയുള്ളൂ. അപ്പം വല്ല വെടിമരുന്നിൻ്റെ എന്തെങ്കിലും ആണെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ നല്ല കാര്യമായിട്ടുള്ള ഒരു വൈബ്രേഷൻ തന്നെയാണ് ഉണ്ടായെന്നാണ് തോന്നണത്. സിറ്റ് ഔട്ടിലായിരുന്നു, പുറത്തൊക്കെ ഓടിയിട്ടില്ല. ഒന്ന് അന്താളിച്ച് നിന്ന് പോയി. തിരികെ അതിഥികളിലേക്ക്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഇപ്പം നേരത്തെ താങ്കൾ പറയുന്നുണ്ടായിരുന്നതിൽ മനുഷ്യനിർമ്മിതം എന്നൊരു ഭാഗം കൂടി വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ് എന്ന്. ഇപ്പം നമ്മളുടെ കെട്ടിട നിർമ്മാണ രീതികളൊക്കെ എങ്ങനെയാണ് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അത് പണ്ടുണ്ടായിരുന്നത് പോലെയല്ല. പാടങ്ങളുമൊക്കെ നികത്തി ആ തരത്തിലേക്കാണ് നമ്മൾ കെട്ടിടം നിർമ്മിക്കുന്നത്. മാത്രമല്ല ധാരാളം കെട്ടിടങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിരന്നു കഴിഞ്ഞിട്ടുണ്ട് താനും. അപ്പോൾ ഈ തരത്തിലേക്ക് മനുഷ്യനിർമ്മിതം എന്ന ഒരു ഘടകം കൂടി നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ട് വേണ്ടേ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ എന്താണ് എന്നതിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതല്ലേ? അതിൽ മനുഷ്യനിർമ്മിതം എന്ന് പറയുമ്പോൾ ഈ കെട്ടിട നിർമ്മാണം മാത്രമല്ല, അനധികൃത ഖനനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടതാണ്? നമുക്കിപ്പോൾ കേരളത്തിൽ ഈ പെരിയാർ ഭ്രംശമേഖലയും ദേശമംഗലം ഭ്രംശമേഖലയൊക്കെ കടന്നു പോകുന്ന ജില്ലകളെന്ന് പറയുന്നത് ഇടുക്കി, കോട്ടയം, പിന്നെ തൃശ്ശൂർ, എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങൾ, പിന്നെ പാലക്കാട് തുടങ്ങിയ ഇടങ്ങളാണ്. അപ്പോൾ ഈ ഏറ്റവും വൾണറബിളായിട്ടുള്ള പ്രദേശങ്ങൾ, എർത്ത് വൾണറബിളായിട്ടുള്ള പ്രദേശങ്ങൾ ഇവയൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏത് സ്ഥലത്താണ് ഏത് രീതിയിൽ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഈ പ്രദേശങ്ങളെല്ലാം വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ളവയാണ്. ചിലത് പരന്ന ലാൻഡാണെന്നുണ്ടെങ്കിലും മറ്റൊന്ന് മലയോര മേഖലകളാണ്. ചില ഇടങ്ങൾക്കടുത്ത് ഡാമുകളുണ്ട്. അത്തരത്തിലുള്ള ചില സ്ഥലങ്ങളിലൂടെ നദികൾ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഭൂപ്രദേശത്തിലൂടെയാണ് ഈ ഫോൾട്ടുകൾ കടന്നു പോകുന്നത്. നമുക്കറിയാം ഇടുക്കിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഭൂചലനങ്ങൾ മൈക്രോ ട്രെമേഴ്സ് രേഖപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഡാമുകൾ ഉൾപ്പെട്ട സ്ഥലങ്ങളിലും ഈ രീതിയിലുള്ള മൈക്രോ ട്രെമേഴ്സ് രേഖപ്പെടുത്താറുണ്ട്. മറ്റൊരു നമ്മളെ ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭ്രംശമേഖലയുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ധാരാളം ഖനനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അനുമതി ലഭിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ തുടർച്ചയായിട്ടുള്ള ബ്ലാസ്റ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലുള്ള ആഘാതം സൃഷ്ടിച്ചു കഴിയുമ്പോൾ അത് ആ മർദ്ദം തീർച്ചയായിട്ടും, ആ സ്ട്രെസ്സ് തീർച്ചയായിട്ടും ഭ്രംശത്തെ ബാധിക്കും. അത് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ക്യുമുലേറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്യും. അതൊരു കാരണമാണ്. രണ്ടാമത്തത് നമ്മുടെ ഭൂപ്രകൃതിയിൽ വന്നിട്ടുള്ള വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. അത് ചെറിയ ഭൂകമ്പങ്ങളുടെ പോലും ആഘാതം വർദ്ധിപ്പിക്കും, ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കും. അതായത് ഭ്രംശമേഖലകളുടെ അടുത്ത് ധാരാളം കൺസ്ട്രക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ചെറിയ ഭൂചലനങ്ങൾ പോലും, ഇപ്പോൾ ഒരു 4.5 മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പം പോലും വലിയ നാശനഷ്ടങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായ ഭൂകമ്പം എറണാകുളത്ത് വളരെ ശക്തമായിട്ട് പ്രതിഫലിച്ചിരുന്നു.
അതുപോലെ തന്നെ ഇപ്പോൾ കുന്നംകുളത്തുണ്ടായത് പാലക്കാട് ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, പൊന്നാനി ആ ഭാഗത്ത് വരെ എത്തി, ഇങ്ങോട്ട് കൊടുങ്ങല്ലൂർ വരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രകമ്പനം ആ മേഖലകൾ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭ്രംശമേഖലയുടെ ഏത് ഭാഗത്ത് എപ്പോൾ സ്ട്രെസ് വർദ്ധിക്കുന്നു, എപ്പോൾ റിലീസ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. എവിടെ വേണമെങ്കിലും അത് ട്രിഗർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നാളെ ഈരാറ്റുപേട്ട തന്നെ ഉണ്ടാകണമെന്നില്ല. പൈനാവ് നമുക്കറിയാം, പൈനാവിൽ ഇതുപോലുള്ളൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഈ ദേശമംഗലം ഏരിയയിൽ ഇതിനു മുമ്പ് ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ ഏരിയയിൽ പീച്ചിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇത്തരം എനർജി റിലീസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. അവിടെയെല്ലാം നമ്മൾ വെള്ളക്കെട്ടുകളിൽ നിന്നും അവിടെയൊക്കെ നികത്തി നമ്മൾ ധാരാളം കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വീണ്ടും വീണ്ടും അവിടെ പ്രശ്നങ്ങൾ നമ്മൾ വരുത്തി വെക്കുന്നുണ്ട്. ജലമൊഴുകുന്ന വഴി മാറിയിട്ടുണ്ട്. ഗ്രൗണ്ടിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു അതിൻ്റെ ഘടന തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭാരതപ്പുഴയിൽ നിന്നുള്ള ഒരു കണക്ഷൻ ഇപ്പോഴത്തെ ഈ മേഖലയിലേക്കുണ്ട്. അതായത് ഭൂഗർഭത്തിലൂടെ ഉള്ള ഒരു കണക്ഷൻ ഈ ഇപ്പോൾ ദേശമംഗലത്തിൻ്റെ അടുത്തേക്കുണ്ട്. അപ്പോൾ ഭാരതപ്പുഴയിലേക്ക് ആ ഒഴുക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പൊ ഈ പാലക്കാട് പരിശോധിച്ചാൽ ഡോക്ടർ കമ്മത്ത്, ഈ ഭൂചലനം ഉണ്ടായ മേഖല പാലക്കാടിലുള്ളത് ഭാരതപ്പുഴയോട് ചേർന്ന മേഖലകളിലാണ്. അതെ, അതിനടുത്തുകൂടെയാണ് ഈ ദേശമംഗലം ലീനിയൻ. വളരെ കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഭാരതപ്പുഴ ഒഴുകുന്ന വഴിക്ക് അടുത്തായിട്ട് ഈ ഭ്രംശമേഖല കടന്നു പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു രണ്ട് വ്യത്യസ്തമായ പാറ ഭാഗങ്ങളിലൂടെയാണ് ഈ ഫോൾട്ട് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിലൊരു സ്ട്രൈക്ക് സ്ലിപ്പ് എന്ന് പറയുന്ന ചെറിയൊരു ഷിഫ്റ്റ് അവിടെ ഉണ്ടാവും ഈ ഭ്രംശമേഖലയിൽ. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ രണ്ട് ഭൂകമ്പങ്ങളായിട്ട് നമുക്ക് അറിയാനത്. അതിൻ്റെ പ്രഭവ കേന്ദ്രം വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ഇവിടുന്നായിരിക്കും അതിൻ്റെ ഒരു ട്രിഗർ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള മേഖലയിൽ നിന്നായിരിക്കും ഒരു ട്രിഗർ ഉണ്ടാകുന്നത്. ഈ ഭൂപ്രദേശം എന്ന് പറയുന്നത് വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭ്രംശമേഖലകൾക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ, ഭ്രംശത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു 20 കിലോമീറ്റർ ദൂരത്തിലോ ഒക്കെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ഉണ്ടാകാം. കാരണം ആ സ്ഥലത്തായിരിക്കും ഏറ്റവും ദുർബലമായ ഇടം. അവിടെ നിന്നും ഈ എനർജി റിലീസ് ഉണ്ടാകാം. അപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ളവർ ഒരു 5 മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിൽ വെക്കേണ്ട അത്യാവശ്യമാണ്. ഏത് നിമിഷവും ഉണ്ടാകാം. അപ്പോൾ ഷാലോ എർത്ത്ക്വേക്ക്, ഈ പറഞ്ഞ പോലെ 10-7 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ ആഴത്തിലുണ്ടാകുന്ന എർത്ത്ക്വേക്സ് അതിൻ്റെ ആഘാതം വളരെ കൂടുതലായിരിക്കും. കാരണം അത് നമ്മുടെ കെട്ടിടങ്ങളെയും മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിക്കും. ഇപ്പോൾ ലാത്തൂരിലൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ലാത്തൂരിലെന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണം വളരെ ലോലമായിട്ടുള്ള ദുർബലമായിട്ടുള്ള കെട്ടിടങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ജനസംഖ്യ, ഇത്രയും പേര് മരിച്ചത്. അത് മാത്രമല്ല, അത് പുലർച്ചെ ആയിരുന്നു അത് ഉണ്ടായത്. അതുപോലെ തന്നെ സാധ്യത നമുക്ക് ഇത്രയും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ആഘാതം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി അറിയേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള മുൻകരുതൽ എടുക്കേണ്ടതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പക്ഷി മൃഗാദികൾക്കൊക്കെ വളരെ നേരത്തെ തന്നെ ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അല്പം കുറച്ച് മുമ്പെങ്കിലും തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂകമ്പത്തിൻ്റെ ഈ കമ്പനങ്ങൾ, ഫോർ ഷോക്സ് അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുണ്ടാകുന്ന ചെറിയ ചലനങ്ങളും മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റർബൻസും പക്ഷികൾക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കറിയാത്ത രീതിയിലുള്ള ഈ തരംഗം വായുവിലേക്ക് പരക്കുന്നത് മൃഗങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സൂചനകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ മുഴക്കങ്ങൾ, കിണറ്റിലുണ്ടാകുന്ന കുമിളകൾ, ചില കിണറുകൾ താഴ്ന്നു പോകുന്ന ചില അവസരങ്ങൾ, അതൊക്കെ ഇതിൻ്റെ ഇതൊക്കെ ഈ അസമയത്താണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു വലിയ ചോദ്യം ഉണ്ടല്ലോ ഡോക്ടർ കമ്മത്ത്. നമുക്ക് ഇത്തരത്തിലുള്ള നാച്ചുറൽ ഈവൻസിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കത്തില്ല. അതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കിണറ്റിലേക്ക് നോക്കുമ്പോൾ കുമിളകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കരുതിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇപ്പം പലയിടങ്ങളിലും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പസഫിക്കിൻ്റെ തീരപ്രദേശങ്ങളിലെല്ലാം വലിയ ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളാണ്. അവിടെ ശക്തമായ ഭൂചലനങ്ങളുണ്ടാകും. ഇന്തോനേഷ്യയുടെ തീരത്ത് 9 മാഗ്നിറ്റ്യൂഡ് വരെയുള്ള ഭൂകമ്പങ്ങൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ്. ഫിലിപ്പൈൻസിലായിരുന്നാലും എല്ലായിടത്തും. നമ്മൾ അത്രയും ശക്തമായിട്ടുള്ള ഭൂകമ്പങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. കാരണം ഒരു 5 മുകളിൽ മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പങ്ങൾ തൽക്കാലം ഉണ്ടായിട്ടില്ല. ഒരു 1341 ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള അതൊരു ഊഹങ്ങൾ മാത്രമാണത്. പക്ഷേ ഇതുവരെ നമുക്കൊരു 5 മാഗ്നിറ്റ്യൂഡ് വരെ മാത്രമാണ് നമുക്ക് ഒരു ശരിക്കും രേഖപ്പെടുത്തക്ക രീതിയിലുള്ള ഒരു ഭൂകമ്പം അനുഭവിക്കാനായിട്ടുള്ളത്. പക്ഷേ 2000 ആണ്ടിലെ കേരളമല്ല ഇന്ന് 2024.
2000 ആണ്ടിനേക്കാൾ എത്രയോ കൂടുതൽ ജനസംഖ്യ വർദ്ധിച്ചു, എത്രയോ ആളുകൾ പുതിയ ഭവനങ്ങൾ പണി കഴിപ്പിച്ചു, എത്രയോ പാടങ്ങളും വെള്ളക്കെട്ടുകളും നികത്തി വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളും എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആഘാതം ഈരാറ്റുപേട്ട ഭൂകമ്പത്തിനേക്കാൾ പല മടങ്ങായിരിക്കും എന്നുള്ളതാണ്, ഇന്റൻസിറ്റി കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇപ്പോൾ ചെറിയ, അതായത് ഡോക്ടർ കമ്മത്ത് ഇപ്പോൾ താങ്കൾ പറയുന്നത് ചെറിയ തീവ്രത എന്നൊക്കെ ഉള്ളത് 6ന് മുകളിലേക്ക് പോകണമെന്നില്ല. തീവ്രത അതിൽ കുറഞ്ഞാൽ പോലും ഒരുപക്ഷെ ആഘാതം വലുതാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അല്ലേ? തീർച്ചയായും 5 ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു 4.5 ഒക്കെ ആണെങ്കിൽ കൂടിയും ഷാലോ എർത്ത് ആണെങ്കിൽ, അതായത് വളരെ ആഴത്തിലല്ലാതെ ഉണ്ടാകുന്ന എർത്ത് ആണെങ്കിൽ അതിൻ്റെ ആഘാതം കൂടുതൽ. അതാണ് ഈ മുഴക്കം കേട്ടു എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഴക്കങ്ങൾ കേട്ടു. അപ്പോൾ ഷാലോ എർത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള മുഴക്കങ്ങൾ കേൾക്കുന്നത്. ഒരു കമ്പനങ്ങൾ ഉണ്ടാകുന്നതായിട്ടും പിടിപൊട്ടുന്ന പോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കേൾക്കുന്നത്. അപ്പോൾ ഷാലോ എർത്ത് പ്രോണാണ് നമ്മുടെ കേരളം. അപ്പോൾ അതിൽ 5 മാഗ്നിറ്റ്യൂഡ് ഉള്ളത് പോലും നല്ല ആഘാതം വരുത്തി വെക്കാനായിട്ടുള്ള സാധ്യതയുള്ളതെന്നാണ്. പക്ഷെ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള, അതായത് മറ്റ് ഇടങ്ങളിൽ കണ്ടുപരിചയിച്ചിട്ടുള്ള വലിയ ആഘാതമുള്ള ഭൂകമ്പമൊന്നും എന്തായാലും കേരളത്തിലുണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നമ്മളെ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശല്യപ്പെടുത്തുന്നത് പറയുമ്പോൾ ദുർബലമായ കെട്ടിടങ്ങൾക്ക് വിള്ളൽ വീഴുക, എന്തെങ്കിലും ദുർബലമായിട്ടുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അത് മറിഞ്ഞു വീഴുക, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം നേപ്പാൾ ഭൂകമ്പം പോലെ ഒന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അത് 100% ഉറപ്പാണ്. കാരണം അത്ര ആഘാതമുള്ള ഉണ്ടാക്കാൻ ഇതിലുള്ള ഒരു ഫോൾട്ട് ഭ്രംശ മേഖലയൊന്നുമില്ല. പക്ഷേ അറബിക്കടലിലുണ്ട്. അറബിക്കടലിൽ വലിയ ഭൂകമ്പം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും കാലത്ത് അറബിക്കടലിൽ സുനാമിക്ക് കാരണമാകുന്ന ഭൂകമ്പം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അവിടെയും ഈ ഇന്തോനേഷ്യയിൽ ഉണ്ടാകുന്ന പോലെ ഉണ്ടാവില്ല. കാരണം അവിടുത്തെ കാരണം എന്ന് പറയുന്നത് ജാവ ട്രെഞ്ചും അവിടെ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുമാണ്. അവിടെ 9 മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പം. ഇവിടെ ഉണ്ടാകുന്നത് ചിലപ്പോൾ 7 8 മാഗ്നിറ്റ്യൂഡ് ഉള്ളതായിരിക്കും. പക്ഷെ അതും ചിലപ്പോൾ ഒരു സുനാമിക്ക് കാരണമാകാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടി നമ്മളിങ്ങനെ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തൽക്കാലം നമ്മളെ ബാധിക്കുന്നില്ല. നമ്മുടെ തൽക്കാലം ബാധിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു 5 മാഗ്നിറ്റ്യൂഡ് വരെയുള്ള ഭൂകമ്പങ്ങൾ മാത്രമേ തൽക്കാലം കേരളത്തിലേക്ക് വരികയുള്ളൂ എന്ന് നമ്മൾ കരുതുക. അത് ചിലപ്പോൾ 6 വരെ പോയേക്കാം. എത്രത്തോളം ചിലപ്പോൾ ഈ പ്രാവശ്യം സ്ട്രെസ് റിലീസ് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് വേറൊരു കാലഘട്ടത്തിലായിരിക്കും അത് റിലീസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് മാത്രമേ നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. അത് ശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതിയാണ്, നമ്മുടെ പരിമിതിയാണ്. ഭൂഗർഭത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മറ്റു കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഒരു ലിമിറ്റേഷനാണ്, സയൻസിൻ്റെ ഒരു ലിമിറ്റേഷനാണ്, സിസ്മോളജിയുടെ ഒരു ലിമിറ്റേഷനാണ്. ഇത് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ എന്നിരിക്കലും സാധ്യതാ മേഖലകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കൺട്രോൾ മെഷേഴ്സ് എടുക്കാൻ പറ്റും. ഈ ഭ്രംശ മേഖലകളിൽ ഖനനങ്ങൾ നടത്താതിരിക്കുക, തുടർച്ചയായ ബ്ലാസ്റ്റിംഗ് നടത്താതിരിക്കുക, അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. സൂക്ഷ്മമായ പഠനം വേണമെന്നുള്ളത് എപ്പോഴും ഒരു ആവശ്യകതയാണ് ഇത്തരം കാര്യങ്ങൾ. ശ്രീമണി, ഇപ്പോൾ ഇതിൽ ഈ മനുഷ്യനിർമ്മിതം എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ എത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ അറിഞ്ഞത് കടങ്ങോട് കുന്നംകുളം ഭാഗത്തൊക്കെ ഈ തരത്തിലൊക്കെ അനധികൃതമായിട്ടുള്ള കരിങ്കൽ ക്വാറികൾ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഖനനം നടക്കുന്ന മേഖലയാണോ എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അത് ആ തരത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ പെട്ടിട്ടുണ്ടോ? ഈ പ്രദേശത്ത് കടങ്ങോട് മേഖലയിൽ ഖനനത്തിൻ്റെ ഭാഗങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 4 വർഷമായിട്ട് നിർത്തിവെച്ച് നോക്കുകയാണ്. ആ മേഖലയിൽ ഇപ്പോൾ ഖനനങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ ഖനനമുള്ള മേഖലയാണ് കടങ്ങോട് മേഖല. പക്ഷേ ഈ ഭൂകമ്പം ഉണ്ടായ സൈഡ് നേരെ വിപരീതം മേഖലകളിലാണ്. എന്തായാലും മനുഷ്യനിർമ്മിത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ജനങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ആ ജനങ്ങൾക്കുള്ള ഒരു പാർപ്പിടം എന്നുള്ള രീതിയിലും, പിന്നെ നേരത്തെ ഈ വയലുകളും തോടുകളൊക്കെ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ നേരത്തെ കമ്മത്ത് സാർ പറഞ്ഞ പോലുള്ള വിഷയങ്ങൾ വരുന്നത്. എന്തായാലും നമ്മൾ ജാഗ്രതയോടെ തന്നെ ഇരിക്കണം. ഇനിയുള്ള കാലങ്ങൾ നമ്മൾ വളരെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ ഈ രാത്രിക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മൃഗങ്ങളുടെ ഒരു സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്കത് ഉറക്കത്തിൽ അറിയാൻ പറ്റില്ല. പണ്ട് നമ്മൾ മുംബൈയിലോ എവിടെ ഉണ്ടായപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഒരു നായ ഒരു കുടുംബനാഥനെ വലിച്ചു കൊണ്ടുപോകുന്നത്. അത്തരത്തിലേക്കാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഈ രാത്രി കാലങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ വിപത്തുകൾ ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെ, ഇപ്പോൾ പക്ഷേ വലിയൊരു തീവ്രതയിലേക്കൊന്നും പോകാനുള്ള സാധ്യത നിലവിൽ നമ്മളുടെ സംസ്ഥാനത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധരൊക്കെ പറയുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരുപാട് കെട്ടിടങ്ങളും അത് പാടങ്ങളും വെള്ളക്കെട്ടുമൊക്കെ നികത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ
ഒരുപക്ഷെ തീവ്രതയൊക്കെ കുറച്ച് കൂടാനുള്ള സാധ്യതയുമുണ്ട്. അതും തള്ളിക്കളയാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് ജാഗരൂകരായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ശ്രീ കെ മണി. അത് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോകുന്നു. ഡോക്ടർ KG താര, താങ്കൾ നേരത്തെ പറഞ്ഞു വന്ന ആ വിഷയത്തിലേക്കാണ്. അതായത് ഇപ്പോൾ ഈ തരത്തിലേക്ക് ഒരു പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഭൂകമ്പം, അത് ചെറിയ പ്രകമ്പനമാണെങ്കിൽ പോലും ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് നമ്മളും മാറുന്നു. നമ്മളുടെ കെട്ടിട നിർമ്മാണ രീതികളൊക്കെ മാറേണ്ടതാണ് എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനോടകം തന്നെ ഈ NBC, അതായത് നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് നടപ്പാക്കേണ്ട ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് ചട്ടങ്ങൾ അതെല്ലാ കെട്ടിടങ്ങൾക്കും ബാധകമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3-ാം സോണിൽ ഉൾപ്പെടുന്ന തരത്തിലേക്കുള്ള ചട്ടങ്ങൾ. അപ്പോൾ അത് പക്ഷേ ഏതൊക്കെ അളവ് വരെ നടപ്പാക്കുന്നുണ്ട്? പ്രത്യേകിച്ച് സർക്കാർ കെട്ടിടങ്ങൾക്ക് അതൊക്കെ വളരെ നിർബന്ധമാണ്, ഭൂകമ്പ പ്രതിരോധ രീതിയിൽ നിർമ്മിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഏതൊക്കെ തരത്തിലേക്കാണ്, തലങ്ങളിലേക്ക് നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നതിൽ അത് അതേ രീതിയിൽ തന്നെ നടപ്പാക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. അപ്പോൾ ആ തരത്തിൽ ഇതൊക്കെ നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പ് കൂടിയാണല്ലോ. ഇത്തരം ചെറിയ ചലനങ്ങളാണെങ്കിൽ പോലും അത് കേരളത്തിന് ആ തരത്തിലേക്ക് എന്തെല്ലാം മുൻകരുതൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട് ഇനി? താങ്കൾ പറഞ്ഞതുപോലെ NBC നാഷണൽ ഒരു ഏജൻസിയാണ്. അവർ ഒരു കെട്ടിട നിർമ്മാണ ചട്ടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് നമ്മൾ തീരുമാനമെടുത്തുവെങ്കിലും നിലവിലുള്ള കെട്ടിടങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം വന്നിട്ടില്ല. അതായത് അത് ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്യണമല്ലോ. നേരത്തെ ഒരു കാര്യം പറഞ്ഞതിനെ ഒന്ന് തിരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ബ്ലാസ്റ്റിംഗ്, അതായത് പാറക്വാറികൾ മൂലം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരം ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ളൊരു കണ്ടെത്തലും വന്നിട്ടില്ല. വലിയ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നില്ല. ചെറിയ ചലനങ്ങൾ, ലോ ഇൻറ്റൻസിറ്റി ട്രെമറുകൾ, ചലനങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു ഭൂചലനം, വലിയൊരു ഭൂകമ്പം എന്നുള്ള രീതിയിൽ അനധികൃതമോ അധികൃതമോ ആയിട്ടുള്ള പാറക്വാറികൾക്ക് അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം കൊണ്ട് ഭൂമിയിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുക, അത് ഇതുവരെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലാത്തൊരു കാര്യമാണ്. മറ്റുള്ള നമ്മുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അതിന് നമുക്ക് തടയാൻ സാധിക്കില്ല. അതൊരു നാച്ചുറൽ ഡിസാസ്റ്ററാണ്, അതായത് സ്വാഭാവിക ദുരന്തം. അതിൻ്റെ ആഘാതം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു സ്വാഭാവിക ദുരന്തത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലാതെ പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ പ്രാധാന്യം വരുന്നത്. ഒന്ന്, പുതുതായി കെട്ടുന്ന കെട്ടിടങ്ങൾക്ക് ഇത് നിർബന്ധമാക്കുക, ഈ ചട്ടങ്ങൾ നിർബന്ധമാക്കുക എന്നുള്ളത്. ഏറ്റവും പ്രധാനം ആളുകൾ തിങ്ങിക്കൊടുക്കുന്ന സ്ഥലങ്ങളിൽ, അത് കളക്ടറേറ്റുകൾ ആകാം, സെക്രട്ടേറിയറ്റ് ആകാം, ആശുപത്രികളാകാം, അങ്ങനെയുള്ള വൈറ്റൽ ഇൻസ്റ്റലേഷൻസ് എന്ന് പറയും, ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിൽ ഇത് ആദ്യം നടപ്പിലാക്കുക. ഇനി കെട്ടുന്നതിൽ, ഇനി നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം സുപ്രധാന കെട്ടിടങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചില പരിഷ്കാരങ്ങൾ കൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ സുരക്ഷയെ വളരെയധികം വർദ്ധിപ്പിക്കാം. സുരക്ഷ എന്ന് പറഞ്ഞാൽ ഭൂകമ്പ പ്രതിരോധ ശേഷിയെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ നമ്മൾ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഡിസൈൻ ഇത് വയ്ക്കുമ്പോൾ മുമ്പോട്ട് തള്ളി നിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കാർ പോർച്ച് സാധാരണ കെട്ടിടത്തിനോട് ചേർന്നല്ല, അതിനോട് ഒന്ന് തള്ളി നിൽക്കുന്ന രീതിയിലാണ് അത് വരുന്നത്. അത്തരം കാര്യങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ ഈ ഒരു ഏകീകൃത സ്വഭാവത്തെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ലാത്ത ഡിസൈനുകൾ, ഒരു സമചതുരാകൃതിയിലുള്ള ഡിസൈനുകൾ വളരെയധികം ഭൂകമ്പ പ്രതിരോധ ശേഷി കൂട്ടുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ റിട്രോ ഫിറ്റിംഗ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് നിലവിലുള്ള കെട്ടിടങ്ങളെ ചെറിയ ചില പരിഷ്കാരങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഈ നിലനിൽപ്പ് കുറച്ചുകൂടെ, അതിനെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിനും അത് സാധിക്കും. ചിലർ ഈ വാസ്തുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കെട്ടിട നിർമ്മാണത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് ശാസ്ത്രീയമോ അല്ലയോ എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ അതുപോലെ ഇപ്പം നിലവിലുള്ള കെട്ടിടങ്ങളെ നമുക്ക് കുറച്ചുകൂടെ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോവുക എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഒരു പരിരക്ഷയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഈ ആശുപത്രികളിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നത് അത് കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഈ വെറും ഷെൽഫുകളിൽ ഇങ്ങനെ മരുന്ന് ഒരു പക്ഷേ ഒരു കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലോ
കുപ്പികൾ സഹിതം അത് അങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ടത്, ഇത് ഷെൽഫ് മറിഞ്ഞു വീണാലാണല്ലോ ഇത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അവിടെ ഇതിനകത്തൊരു നിർദ്ദേശമുള്ളത്, ഈ ഷെൽഫുകൾ ചുമരിനോട് ചേർത്ത് അതിനെ ഈ നട്ടും ബോൾട്ടും വെച്ച് ഇങ്ങനെ മുറുക്കി വെക്കുക. നമ്മുടെ വീടുകളിലും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ടെലിവിഷൻ ഉണ്ടെങ്കിൽ അതിനെ ഘടിപ്പിച്ച് അത് മേത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് മറിഞ്ഞു പോവാതെ, അതൊക്കെ കാശുള്ള ആളുകൾക്കേ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ചെറിയ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ഇത്തരം കാര്യങ്ങൾ, ഭാരമുള്ള വസ്തുക്കൾ, ഇപ്പോൾ ബുക്ക് ഷെൽഫോ അല്ലെങ്കിൽ വലിയ ഷെൽഫുകളോ ചുമരിനോട് ചേർത്ത് ഒരു നട്ടും ബോൾട്ടും വലിയ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു വീണുള്ള അപകടങ്ങൾ, കണ്ണാടികൾ, അതൊക്കെയാണ് താഴെ സാധാരണഗതിയിൽ വീഴുന്നത്, ജനൽ ചില്ലകൾ. അപ്പോൾ ഈ പുതുതായിട്ട് കെട്ടുന്ന കെട്ടിടങ്ങൾക്ക് ജനലുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിപ്പിച്ചാൽ, നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് വായുസഞ്ചാരം ഒരുപാട് കൂടും എന്നാണ്. പക്ഷേ അത് കെട്ടിടത്തിൻ്റെ ബലത്തിനെ കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കെട്ടിട നിർമ്മാണ ചട്ടത്തിലുള്ളത് നമ്മൾ പാലിക്കണം. ഈ റിട്രോഫിറ്റിംഗ്, അതായത് അതിനെ കുറച്ചുകൂടെ ഒന്ന് ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യാം. കമ്പ്യൂട്ടറുകളിലാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ ഡേറ്റയും, ഈ സുപ്രധാനമായിട്ടുള്ള ലാൻഡിൻ്റെ കാര്യങ്ങൾ, ഈ ഭൂമിയുടെ കാര്യങ്ങളായെങ്കിലും റവന്യൂ ഓഫീസിലാണെങ്കിലും വില്ലേജ് ഓഫീസിലാണെങ്കിലും ഇത് മേശയിൽ നിന്ന് മറിഞ്ഞു വീണാൽ എന്ത് ചെയ്യും? ഒരു കമ്പനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ മനുഷ്യജീവന് നഷ്ടമുണ്ടാവില്ല, വലിയ ആഘാതം, കെട്ടിടം തകർന്നു പോകുന്നില്ല, പക്ഷേ ഇത് താഴെ വീഴാം. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഈ മേശയോട് കൂടി ഘടിപ്പിച്ച് ഇത് ചേർത്ത് ക്ലിപ്പിട്ട് വയ്ക്കുക. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഇതിൻ്റെ ആഘാതത്തിൻ്റെ ഒരു ലെവൽ നമുക്ക് കുറയ്ക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ നദികളിൽ ഈ നമ്മൾ മഴ പെയ്യുമ്പോഴാണ് ഈ ഭൂകമ്പം എന്നുള്ളതൊന്നും ശാസ്ത്രീയമായിട്ട് അടിസ്ഥാനം ഉള്ള കാര്യങ്ങളല്ല. ഇത് മഴ പെയ്യുന്നത് താഴേക്ക് ഊർന്നിറങ്ങി അതിലൊരു ഫോൾട്ട്, അപഭ്രംശം ഉണ്ടാക്കും എന്നുള്ളതിനും ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയുള്ള കാര്യമല്ല. കാരണം ഇത് ഭൂമിക്ക് വളരെയധികം താഴെ നടക്കുന്ന പ്രക്രിയയാണ്. അതിൽ മനുഷ്യന്റെ ഇടപെടലുകൾ. ഇതിൽ ഒരു കാര്യം, അത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ള തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ അനുഭവപ്പെട്ട ചെറു ഭൂചലനങ്ങൾക്ക് പിന്നിൽ എന്തോ എന്നുള്ളതിൽ പലതരത്തിൽ വിദഗ്ധരുടെ അഭിപ്രായ പ്രകടനങ്ങൾ വരുമ്പോൾ അതിൽ ഹൈഡ്രോസീസ്മിസിറ്റി എന്നാണ് ഈ പ്രവണത അറിയപ്പെടുന്നത് എന്നൊരു വിദഗ്ധ പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചതാണ്. അത് മഴക്കാലം ആരംഭിച്ച ശേഷം ഭൂഗർഭ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ഭൂഗർഭത്തിലെ ചെറുപാളികളിൽ ഉണ്ടാകുന്ന ശക്തി കുറഞ്ഞ തെന്നിമാറലുകൾ, അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ജില്ലകളിൽ ഉണ്ടായിട്ടുള്ള ഭൂചലനത്തിന് കാരണം. അപ്പോൾ അങ്ങനെ ഒരു മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം എന്ന തരത്തിലേക്ക് കൂടി അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കതിന്റെ ശാസ്ത്രീയ വശം എനിക്കറിയില്ല. അല്ല ഇതിൽ കാണേണ്ട ഒരു വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കാണേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഹൈഡ്രോസീസ്മിസിറ്റി ആണോ, അണക്കെട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട സീസ്മിസിറ്റി ആണോ, അണക്കെട്ടുകളിൽ ബന്ധപ്പെട്ട അങ്ങനെ റിസർവോയർ ഇൻഡ്യൂസ്ഡ് സീസ്മിസിറ്റി എന്ന് പറയുന്നത്, അണക്കെട്ടുകൾ കൊണ്ടുണ്ടാകുന്ന ഭൂകമ്പങ്ങളെ അങ്ങനെ പറയുന്നുണ്ട്. കൊയ്ന ഡാം അങ്ങനെയാണ് തകർന്ന് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള സീസ്മിസിറ്റി പലതരത്തിലുണ്ട്. ഇത് നമ്മൾ സൂക്ഷ്മതലത്തിൽ പഠനം നടത്താതെ എങ്ങനെയാണ് ഒരു വിശകലനത്തിലേക്ക് പോകുന്നത് എനിക്കറിയാം. അത്തരത്തിലേക്ക് വിശകലനങ്ങൾ വരുന്നുണ്ട്. ഭൂകമ്പ ഗവേഷക, ഞാനതിപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ ഡോക്ടർ കുശല രാജേന്ദ്രൻ എന്ന ഗവേഷക പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അപ്പം ഞാനൊരു വേഗം ഒരു ഇടവേള കൂടി എടുക്കുന്നു. അതിനുശേഷം ഡോക്ടർ കമ്മത്തിലേക്ക്. നമ്മൾ ന്യൂസ് ഈവനിംഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഡോക്ടർ കമ്മത്ത്, താങ്കൾ നേരത്തെ പലതവണ കൈ ഉയർത്തുന്നത് ഞാൻ കണ്ടിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഡോക്ടർ താര പറഞ്ഞതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് നൽകാറുണ്ട്. അതായത് ക്വാറികൾ നേരിട്ട് ഭൂകമ്പത്തിന് കാരണമാകില്ല, ക്വാറികൾ നേരിട്ട് ഭൂകമ്പത്തിനെ ട്രിഗർ ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ക്വാറികളിൽ നടത്തുന്ന തുടർച്ചയായ ബ്ലാസ്റ്റിങ്ങുകൾ സ്ട്രെസ് ബിൽഡപ്പിന് കാരണമാകും. കാരണം ഇത് ഫോൾട്ട് ലൈനിന് 25 കിലോമീറ്റർ അടുത്തൊക്കെയാണ് ധാരാളം ഈ ക്വാറികളിൽ ബ്ലാസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ സ്ട്രെസ് ബിൽഡപ്പ് ഉണ്ടാകുകയും ആ ടെറൈനിന് മാറ്റം വരികയും മർദ്ദ വ്യതിയാനം വരികയും അത് ഭൂകമ്പത്തിന് ട്രിഗർ ചെയ്യാൻ ഒരു കാരണമായി വരികയും ചെയ്യുന്നുള്ള ഒരു അനുമാനമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ബ്ലാസ്റ്റിംഗ് നടത്തുന്ന ഉടനെ അത് ട്രിഗർ ചെയ്യും എന്നുള്ളത് ഞാൻ എവിടെയും ഉദ്ദേശിച്ചില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജലം ധാരാളമായി മൺസൂൺ ജലം ഇത്തരത്തിലുള്ള ഈ സീസ്മിക് ഇവൻസിന് ഒരു കാരണമായേക്കാം എന്നുള്ളൊരു പഠനം നേരത്തെ സൂചിപ്പിച്ചത് കറക്റ്റാണ്. അത് ഞാനും അതേക്കുറിച്ച് വായിച്ചതാണ്. കുശല മേഡത്തിൻ്റെ തന്നെ ഒരു പഠനമാണ് ഞാനും വായിച്ചത്.
അതെ. അപ്പോൾ അതിലൊരു കാര്യം കൂടി ഡോക്ടർ, ഇപ്പോൾ ചെറു ചലനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്ന ഒരു തരത്തിൽ ആശ്വാസകരമാണ് എന്നുകൂടി ചില വിദഗ്ധർ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഈ ഭൂഗർഭപാളികൾ ഒട്ടും ചലിക്കാതെ ഇരുന്നാൽ അതിൽ ഊർജ്ജം മുഴുവൻ കെട്ടി നിൽക്കും. പിന്നീട് അതൊരു വലിയ പ്രകമ്പനത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഭൂകമ്പത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ചെറിയ ചലനങ്ങൾ ഒരളവ് വരെ ആശ്വാസകരമാണ് എന്നുകൂടി പറയുന്ന ചില വിദഗ്ധരുണ്ടല്ലോ. ഈ ഒരളവ് വരെ എന്ന് പറയുന്നത് നമുക്ക് അടിവരായിട്ട് പറയണം. കാരണം സാധാരണ അല്ല, അതിലൊരു കാര്യം കൂടി, ഇപ്പൊ ഈ ഹിമാലയമൊക്കെ ഏതാണ്ട് 500 വർഷത്തിലേറെയായി ഹിമാലയത്തിലൊന്നും ഒരു ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് ഈ ഊർജ്ജം കെട്ടിനിന്ന് എന്തുണ്ടാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അതിലൊക്കെ ചില പഠനങ്ങളൊക്കെ ഗവേഷകർ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അവിടെ തുടർച്ചയായി ചലനം നടക്കുന്ന മേഖലയാണ്. കാരണം ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് അല്ല, അതിശക്തമായൊരു ഭൂചലനം നടക്കുന്നേ ഇല്ല. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് 500 വർഷത്തിലേറെയായി എന്നൊക്കെയാണ് ഞാൻ വായിച്ചതാണ്. ഇതൊക്കെ ശരിയാണോ നമുക്കറിയില്ല. അല്ല, 500 വർഷമല്ല. ഇപ്പോൾ നേപ്പാൾ ഭൂകമ്പം ഉണ്ടായി, ആസാം വാലിയിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, ഹിന്ദുക്കുഷ് മൗണ്ടനിൽ തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്രയും പിന്നോട്ട് പോകേണ്ടതില്ല. പക്ഷേ ആസാം വാലി മുതൽ ഇങ്ങോട്ട് നേപ്പാളിൽ നിന്ന് വലിയൊരു ഭൂചലനം ഉണ്ടായല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇനിയും സാധ്യതാ മേഖലകളാണ്. അവിടെ ഒരു സീസ്മിക് ഗ്യാപ്പ് ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ ഭൂചലനം. ഈ പറയുന്ന കാര്യം എഴുതിയിട്ടുള്ളതും ഡോക്ടർ കുശല തന്നെയാണ്. റംബ്ലിംഗ് എന്ന പുസ്തകത്തിലാണ് ഈ ഒരു വാദഗതിയൊക്കെ അവർ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു വിദഗ്ധയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ കോട്ട് ചെയ്യുന്നത്. ഭയങ്കരമായ എർത്ത് ആയിരിക്കാം, അതെ, വളരെ വലിയ എർത്ത് ആയിരിക്കാം, വളരെ വലിയതെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാഗ്നിറ്റ്യൂഡുള്ളതൊക്കെ ചിലപ്പോൾ എനിക്കറിയില്ല. അതെ, സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടിക്കുന്ന സ്ഥലമാണ്. ഡോക്ടർ താര, നമ്മുടെ ഈ സമയം അവസാനിക്കുകയാണ്. താങ്കൾക്ക് എന്തോ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ഒറ്റ കാര്യം, അതായത് ഈ ഹൈഡ്രോസീസ്മിസിറ്റി എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞത് ഭൂകമ്പങ്ങളല്ല, ഭൂചലനങ്ങൾ. ട്രെമർ എന്നുള്ള വാക്കാണ് അതിന് കൂടുതൽ യോജിക്കുക. ഞാൻ ശാസ്ത്രീയമായിട്ട് അത്രയും കൃത്യതയോടുകൂടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത് എർത്ത് ആണ്. അത് ഇതുവരെ ഹൈഡ്രോസീസ്മിസിറ്റി ഈ മഴ പെയ്യുന്നത് കൊണ്ട് ചെറിയ ചലനങ്ങൾ, കമ്പനങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഈ രീതിയിലുള്ള വലിയ മാഗ്നിറ്റ്യൂഡ് ഭൂകമ്പങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കുശല രാജേന്ദ്രൻ ഇതിനകത്ത് ഈ രംഗത്തെ ഏറ്റവും മികച്ച തീർച്ചയായിട്ടും ഒരു ശാസ്ത്രജ്ഞ തന്നെയാണ്. അവരെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത് ഒരു സൂക്ഷ്മതലത്തിൽ ഒരു പഠനം സർക്കാരിന് ആവശ്യപ്പെടാവുന്നതാണ്. അതെ, അതാണ് ഡോക്ടർ കമ്മത്ത്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കും. നമ്മൾ ഏതായാലും ഒരു ആശങ്കയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ശ്രീ കെ മണി. പക്ഷെ നമ്മളൊരു ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെ ആകണം എന്നത് ഇന്നിപ്പോൾ യോഗം ചേരുന്നുണ്ട് അവിടെ. അപ്പോൾ ഏത് തരത്തിലേക്ക് പ്രാദേശികമായി മുൻകരുതൽ എടുക്കണം എന്നൊക്കെയുള്ളതിലുള്ള നിർദ്ദേശങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആശങ്ക വേണ്ടതില്ല, പക്ഷേ ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. വളരെ നന്ദി ഡോക്ടർ KG താര, ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ശ്രീ കെ മണി ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തതിന്.